സംസ്ഥാനത്ത് 100 സീറ്റിലധികം നേടി UDF ഭരണത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിക്കുകയാണ്. പറവൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ തന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും സതീശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പറവൂർ നിയോജക മണ്ഡലത്തിൽ വി.ഡി. സതീശൻ തന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രചരണം ആരംഭിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ കുറേ വർഷമായിട്ട് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. ഇതെൻ്റെ വീട് പോലെയാണ്. ഞാൻ ഓരോ കുടുംബത്തിലെ അംഗമാണ്. എല്ലാവരെയൊക്കെ പേരെടുത്ത് വിളിച്ചറിയാനുള്ള ആത്മബന്ധമുണ്ട്. എല്ലാ പ്രാവശ്യവും അവരെനിക്ക് കൂടുതൽ ഭൂരിപക്ഷം തന്നാണ്. ഓരോ പ്രാവശ്യത്തേക്കാൾ തലേ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നാണ് എന്നെ എല്ലാ പ്രാവശ്യവും വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ആത്മബന്ധമാണ്, ഒരു രാഷ്ട്രീയ ബന്ധമല്ല. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. മണ്ഡലത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്, കാരണം സംസ്ഥാനത്തിന്റെ ആകമാനം കാര്യങ്ങൾ നോക്കണം. എന്നോട് അവർ പറഞ്ഞേക്കണേ നോമിനേഷൻ കൊടുത്തിട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞേക്കണം. ഇവിടെ നിൽക്കേണ്ട, ബാക്കിയുള്ള സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല സംഘടനാ ബലം UDF-നും കോൺഗ്രസിനും ഉള്ള നിയോജകമണ്ഡലമാണിത്. എല്ലാ ബൂത്തുകളിലും പ്രവർത്തകരും എല്ലാ കാര്യങ്ങളുമുള്ള ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് വൈകുന്നേരമാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഇവിടെ മുഴുവൻ മതിലെഴുതി കഴിഞ്ഞ് മുഴുവൻ പോസ്റ്റ് വെട്ടി കഴിഞ്ഞ് അത്രയും സജീവമായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും ഉള്ള സ്ഥലമാണ്. ഞാൻ ഒന്നും അറിയണ്ട, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. പോസ്റ്റർ അടിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, മതിലെഴുതിയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അതെല്ലാം അവർ ചെയ്യും. ഞങ്ങളെല്ലാം പറഞ്ഞല്ല, ഈ രാഷ്ട്രീയ ബന്ധത്തിനേക്കാൾ അപ്പുറം ഒരു ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. എനിക്കത് എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഓരോ തവണയും ശക്തരായ എതിരാളികളാണ് വരുന്നത്. അല്ല, അത് എപ്പോഴും എതിരാളികൾ കരുത്തരായിരിക്കും. അതിനെന്താണ്, നമ്മളിത് രാഷ്ട്രീയ മത്സരമല്ലേ, അവരോട് നമുക്ക് വേറെ വിരോധമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്താണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധത്തിനൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെ എൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയില്ല. ഞാൻ പറയണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുള്ളതാണ്. അങ്ങനെയൊന്നും പറയില്ല. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാലും ആ സുഹൃത്ത് ബന്ധം അതുപോലെ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞു, എൻ്റെ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. രാഷ്ട്രീയ മത്സരമാണ്, വ്യക്തിപരമായ മത്സരം അല്ലല്ലോ. ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ഒരു ചിത്രം അങ്ങ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണുന്നത്. 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരും. ഞാൻ എൻ്റെ വാക്കാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ അതിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ദേശീയ സർവേകളെല്ലാം, നാഷണൽ സർവേകളിലെല്ലാം 80-നും 90-നും ഇടയിൽ സീറ്റുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അത് 100 എത്തിക്കും ഞങ്ങൾ. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ 100-ലധികം സീറ്റുമായി UDF ഭരണത്തിൽ വരുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഏറെ പരിചിതമായ ഒരു നിയോജക മണ്ഡലം, അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആകമാനം കാര്യങ്ങളും ഇവിടെ നിന്ന് നോക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്.